ആ ചിരിയിൽ എന്തോ ഒരു കള്ളത്തരം മണക്കുണ്ടല്ലേ. ബാക്ക് ടു വർക്കാണ്. എക്സാം എക്സ്ക്യൂസസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് ടു ഡെയിലി റുട്ടീനിലേക്ക് കടക്കാട്ടോ. മഴയും പറയണ്ടല്ലോ, മടി ഏത് വഴിക്കാ വരണേന്ന് അറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഇന്റൻസിറ്റിയിലാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ. ഇന്ന് തൊട്ടതാ നമ്മൾ നമ്മുടെ പഴയ ആ ഒരു റുട്ടീനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. കുറച്ച് മടിയും അതിലുപരി കുറേ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കും കൂടി ആയപ്പോൾ ഞാൻ കുറച്ച് എക്സോസ്റ്റഡ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സാച്ചുറേഷൻ ഒക്കെ ലെവലിൽ നിന്നൊന്ന് പൊക്കിക്കൊണ്ട് വന്ന് ഒരു ചേഞ്ചൊക്കെ വരുത്തണം. അതിന് വേണ്ടിയിട്ട് നല്ല കാലാവസ്ഥയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ കാടിൻ്റെ പച്ചപ്പും ഹരിതാപും ഒക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ തുടങ്ങാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ മര്യാദയ്ക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇല്ല എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് കേട്ടോ. ഒരുപാട് തുണികൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം പറഞ്ഞു വാഷിംഗ് മെഷീനിലിട്ട് വൃത്തിയാക്കി വെച്ചോ, ഞാൻ ഏറ്റവും മുകളിൽ കൊണ്ടിടാന്ന്. ഇനിയിപ്പോൾ മഴയായപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിനെ നമ്പണ പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് നടക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഏറ്റവും മുകളിൽ നമ്മുടെ ഡ്രസ്സ് മേഞ്ഞിട്ടില്ലേ, അതിൻ്റെ അവിടത്തേക്ക് കൊണ്ടുപോകണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല തുണികളൊക്കെ അലക്കലും അലക്കിയെടുക്കും. ഭാഗ്യൻ്റെ മുണ്ട് ആ വക സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ളതൊക്കെ അതാ ചുരുട്ടി കൂട്ടി നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടാണ് പതിവ് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടാറുണ്ട് നമുക്ക്. ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ചളി പിളി അളിയ അവസ്ഥയാണല്ലേ. കാര്യം നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഒരു എന്താ പറയുക ഒരു സംഭവമൊക്കെ ആദ്യം ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു നൊക്ലാജിയൊക്കെ ആദ്യം ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ മടുപ്പാണ്. എനിക്ക് പൊതുവെ മഴയേക്കാൾ ഇഷ്ടം വേനൽക്കാലമാണ് കേട്ടോ. നല്ല ചൂടുള്ള അവസ്ഥ. എനിക്ക് തണുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. അത് കാരണം കൊണ്ടാണ് ഇവിടെയാണെങ്കിൽ ഒടുക്കത്ത തണുപ്പും. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഒരു മടുപ്പുണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ മടുപ്പ്, അത് മാറാനായിട്ടേ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. സെൽഫായിട്ടൊന്ന് പ്രസൻറ്റബിൾ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആ ദിവസത്തിനെ വരവേൽക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടും. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഒരുങ്ങി മുടിയൊക്കെ കെട്ടിവെച്ച് പതുക്കെ ഒരു കുറിയും അതുപോലെ തന്നെ പൊട്ടും ഒക്കെ തൊട്ട് നല്ല മണമുള്ള ഒരു ക്രീമൊക്കെ പുരട്ടി നമ്മുടെ ദിവസം ഒന്ന് ആരംഭിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഉണ്ടടാ എന്താ അംഗം മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ മഴയോട് മഴ. മഴേനെ നോക്കി ആസ്വദിച്ചിരുന്നാലേ വയറിലേക്ക് എന്തെങ്കിലും പോവോ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടന്മാർ 2-3 പേര് പണിക്കുണ്ട്. ഇവിടെ നമ്മൾ മഴ പ്രതീക്ഷിക്കാത്ത അത്രയും വേഗത്തിലും അതുപോലെ തന്നെ കുറച്ച് മുമ്പും ആൾ കയറി വന്ന കാരണം കൊണ്ട് വാഴയ്ക്ക് വള്ളിയിടുക, അതുപോലെ തന്നെ വാഴ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊണ് കൊടുക്കണ പരിപാടികളൊക്കെ ഉണ്ട്, വളമിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും നടന്നിട്ടില്ല. അതൊക്കെ ഇത്തിരി വൈകിട്ട് നടക്കണം. അപ്പോൾ മഴയായാലും ചേട്ടന്മാർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീർ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് വളരെ കുറവാണ് കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം മീൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ പനീർ മസാലയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് പനീർ ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ കാലത്തേക്കുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് കിച്ചണൊന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു മോളിൽ പോയിട്ട് കുറച്ചധികം സംഭവങ്ങൾ മേടിച്ചു കൊണ്ടുവരാനായിട്ടുണ്ട്. മൈൻഡ് ഒന്ന് ഫ്രീ ആവാനായിട്ട് ഈ ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് പൊതുവെ ഈ ഒരു ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. 4 ആളെ കാണുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരെ കാണൽ വളരെ കുറവാണ്. എസ്പെഷ്യലി ഞാൻ ഈ പുറത്തിറങ്ങണ ശീലം അത് പൊതുവേ ഇല്ലാത്ത കാരണം കൊണ്ട് ആൾക്കാരെ കാണുന്നിടത്തേക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഹൈലൈറ്റ് മാളിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഓടി വന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കൊരു പോസിറ്റീവ് എനർജി 2 ദിവസത്തേക്കുള്ള ഒരു എനർജി സ്റ്റോർ ചെയ്ത ഫീലാണ് കേട്ടോ. അയ്യോ നമ്മുടെ പനീർ കൂട്ടാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാൻ മറന്നു. അപ്പോൾ പനീർ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. സവാള കുനുകുന എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം പാലും അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും ചില്ലി സോസും അതുപോലെ തന്നെ ബാക്കിയുള്ള സോസുകളൊക്കെ ഒഴിച്ച് അതൊന്ന് കട്ടിയാക്കി നമ്മുടെ ആ ഒരു പനീർ അതിലേക്ക് ഇട്ട് കൊടുത്തു. ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഒഴിക്കാൻ നല്ലത്. നമ്മുടെ ക്രീം കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കറി റെഡി. നമുക്കിത് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ബാക്ക് ടു വർക്കിലേക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഭയങ്കരമാണ് കേട്ടോ. മടിയാണോ, വിരസതയാണോ, ഡിപ്രഷനാണ്, എന്തൊക്കെ കഴിയാറില്ല. ഒരു 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 ട്രാക്ക് ഒരു ട്രാക്കിലേക്ക് വീണ് കിട്ടിയതായിരുന്നു. അപ്പോഴാണ് എക്സാം വന്നത്. അപ്പോൾ ആ ട്രാക്കിൽ നിന്ന് വീണ്ടും വേർതിരിഞ്ഞ് വേറെ ഏതോ വഴികളിലൂടെയൊക്കെ പോയി നമ്മളിങ്ങനെ സഞ്ചരിച്ച് വീണ്ടും നമ്മുടെ അടുക്കളയിലെത്തി. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പരിപാടികളാണ്. നമുക്ക് പതുക്കെ നമ്മുടെ ഗാർഡനും ക്ലീനിങ് വർക്കുകളും നമ്മുടെ ഡെയിലി റുട്ടീനും നമ്മുടെ തോട്ടവും
നമ്മുടെ വാഴത്തോട്ടവും പപ്പായ തോട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് പതുക്കെ ഇനി ദോശ ഉണ്ടാക്കിയാലോ, നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വെറൈറ്റി ദോശ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിലിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അവില് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണം. ഇതിന്റെ കൂടെ കുറച്ച് റവയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മുരുമുരിപ്പൻ ദോശ ഉണ്ടാക്കാന്ന് വെച്ചിരിക്കണത്. ഓൾറെഡി നമുക്ക് പനീർ കറി ഉണ്ടല്ലോ. പോയോ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കേണ്ടതായിരുന്നു. കാര്യമില്ല, നമുക്ക് ഇപ്പിട്ട് വെക്കാം. അവില് കഴിച്ചിട്ടുണ്ടെങ്കിലേ കാലത്തോട്ട് വൈകുന്നേരം വരെ നമുക്ക് വിശക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്കൊക്കെ ഇതിലിട്ട് വെക്കാം കേട്ടോ. ഇത് അവിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോഹ ഉണ്ടാക്കിയില്ലേ, ആദ്യത്തെ ബാക്കി അവിലാണ് കേട്ടോ. അത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അവിലാണേ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ബാക്കി അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് അവിലിട്ടിട്ടുണ്ട്. ഇന്നാളൊന്നുമില്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാമെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ 2-3 ചേട്ടന്മാരാണ് പണിക്കുള്ളൂ. അത് കാരണം അവർക്കുള്ളൊരു കുട്ടി ദോശ ഒരു 4 ദോശ വെച്ചിട്ട് മതി. അപ്പം നമ്മൾ അതിനുള്ളത് തന്നെയാണ് എടുക്കണുള്ളൂ. കുറച്ച് റവി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ആകെ കുരുടിപ്പ് വന്ന് നിൽക്കായിരുന്നു. ഇപ്പം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ വന്നപ്പോഴേ കുരുടിപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ വേപ്പിൻ്റെ ഇലയും പിന്നെ പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിത് മാത്രം അരച്ചെടുത്താൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ജീവിതത്തിൽ ഇങ്ങനെ ചെയ്ത് കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലങ്ങളെയും സോൾവ് ചെയ്യാനായിട്ട് പഠിക്കും. ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരില്ലടാ. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മൾ അപ്പം ആലോചിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വൺസ് ആ പ്രോബ്ലം തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്കതൊരു പാടാണ്. അടുത്ത പ്രാവശ്യം ആ ജീവിതത്തിലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ സിമ്പിളായിട്ട് തരണം ചെയ്യാൻ പറ്റും. എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ദോശ മറിച്ചിടാൻ പറ്റാത്തതായിരുന്നു ഇന്നത്തെ എൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്തു, 2 ടീസ്പൂൺ അരിപ്പൊടിയും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനിയിപ്പോൾ ആ ദോശ വരുന്ന വില വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജീവിതത്തിലത്തെ വലിയ പ്രശ്നങ്ങളെയാണോ ചേച്ചി ഉദ്ദേശിച്ചതെന്ന്. അല്ലല്ല, വലിയ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി മെന്റൽ സ്ട്രോങ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളത് ആ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ പാഠങ്ങൾ എന്ന് പറയുന്നത്. ശ്രീകുട്ടൻ വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ വന്ന് ദോശ മറിച്ചിടാനുള്ള ചെറിയ പ്രയത്നത്തിലാണ് ആള്. ചില സമയങ്ങളിൽ നമുക്ക് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് മാത്രമേ നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നടന്നു വരില്ല. പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് നടത്തിയെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മളത് ഉപയോഗിക്കാനും പാടില്ല. കാരണം പിള്ളേർ അതിനെ വില കൽപ്പിക്കാണ്ടാവും. അപ്പം ഞാനിപ്പോൾ പറയണത് നീ കഴിക്കണ്ടെന്ന് 2 വട്ടം പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം തിന്നാം, അമ്മ ഉണ്ടാക്കിയതല്ലേ എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയും അതുപോലെ തന്നെ നമ്മുടെ പനീർ കറിയും കൂട്ടി ശ്രീകുട്ടനെ സെറ്റാക്കിയിട്ടുണ്ട്. കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടന്മാർക്ക് 2-3 ദോശയൊക്കെ കൊടുത്ത് അവരെയും സെറ്റാക്കിയിട്ടുണ്ട്. അവർ വളമൊക്കെ മിക്സ് ചെയ്യുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ. ഓരോ വശത്തുനിന്നൊക്കെ ആയിട്ട് ശ്രീകുട്ടൻ ഉണ്ടാക്കിയ ദോശയാണ് ആയിരിക്കുന്ന ദോശ. വൺസ് അത് പൊട്ടയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവരവിടെ അത് പറയുന്നൊന്നും വേണ്ട. പിന്നെ അവരുണ്ടാക്കാനായിട്ട് അത് മടിക്കും. നമുക്ക് എന്താ ചെയ്യാൻ ആദ്യത്തെ വട്ടല്ലേ, അത് ശരിയായിക്കോളൂ എന്ന് പറയാം. വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമാണ് നമ്മുടെ ആ വാക്കുകൾ. ശ്രീകുട്ടനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ ശ്രീകുട്ട. ചേച്ചിമാർക്കൊക്കെ സുന്ദരനായി, മുടിയൊക്കെ വളർന്നപ്പോ ഗ്ലാമറായി. എങ്ങനെയാണ് ചേച്ചി ശ്രീകുട്ടനെ സുന്ദരനാക്കി എടുത്തതെന്നാ ചോദിക്കണേ. എന്റെ അമ്മേന്റെ അച്ഛൻ്റെ മോൻ. അയ്യോ എനിക്ക് നിനക്ക് തൃപ്തിയായി സന്തുഷ്ടയാണ്. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ മാറിയ. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ പ്രായം കൂടി കൂടുതലേ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം എന്നുണ്ടെങ്കിലും ഞാൻ ആ ദോശ തിന്ന് അതങ്ങോട്ട് തീർത്തു കേട്ടോ. ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ വിശക്കില്ല കേട്ടോ. അത്രയ്ക്കൊരു അടിപൊളി ദോശയായിരുന്നു. പിന്നെ വീണ്ടും മഴ തന്നെ. ഒരു 10-11 മണിയായപ്പോഴേക്കും മഴ കുറച്ച് തോർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ വളം മിക്സ് ചെയ്യാണ്, നമ്മുടെ കൊലവളം മിക്സ് ചെയ്യാണ്. ഇതിപ്പോ നമ്മളെ കൊലച്ച് കഴിഞ്ഞ വാഴയ്ക്ക്, കൊലച്ച് തുടങ്ങിയിട്ടുള്ള വാഴയ്ക്ക് ചെയ്യുന്ന വളമാണ്. അതായത് വാഴയുടെ വളത്തിൽ ഏറ്റവും അവസാനത്തെ വളം എന്ന് വേണമെങ്കിൽ പറയാം. വാഴ കുറച്ച് തുടങ്ങുന്ന സമയത്ത് ചെയ്യുന്ന വളമാണ്. അതായത് കപ്പലണ്ടി പിണ്ണാക്കും പൊട്ടാഷും
കുറച്ച് യൂറിയും കൂടി മിക്സ് ചെയ്തിട്ട് കപ്പലണ്ടി പിണ്ണാക്കായിരിക്കും കൂടുതൽ. അതായത് ഒരു 300 കിലോ കപ്പലണ്ടി പിണ്ണാക്കിലേക്ക് ഒരു 100 കിലോ പൊട്ടാറ്റും 50 കിലോ യൂറിയ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചേർക്കാറുള്ളത്. എപ്പോഴും ജൈവവളമാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മൾ 2-3 ദിവസം വെക്കും. അതിന് ശേഷമാണ് വാഴയ്ക്കിടും. കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അതോടുകൂടി വാഴയുടെ വളം ചെയ്യൽ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 2000 വാഴയ്ക്കുള്ള വളമാണ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചീരാച്ചി പറമ്പിലേക്കുള്ളതാണത്. അങ്ങനെ വീണ മാങ്ങയെടുത്ത് അത് കടിച്ച് ഭാഗ്യൻ ചേട്ടന്മാരോട് വിശേഷമൊക്കെ പറഞ്ഞ് നമ്മുടെ വളമൊക്കെ മിക്സ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഈ വളം ഇനി ഓരോരോ വാഴകളുടെ കടകളിലായിട്ട് കൊണ്ടുവന്നിടും. ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഞാൻ അധികം കൈ കടത്താറില്ല. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കലക്കി എൻ്റെ ചെടികൾക്ക് ഒഴിക്കും. അത്ര മാത്രമാണ് ചെയ്യാറുള്ളതെന്ന്. അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന്. അങ്ങനെയാണ് കേട്ടോ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നമ്മൾ ചെയ്തില്ല. കാരണം മഴയത്ത് നമ്മൾ വളം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ ചേട്ടന്മാർ അവിടെ നിന്ന് ആ പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഈ വളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ ഒരു 10 മിനിറ്റ് മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഗംഭീര മഴയായി. പുറത്തിറങ്ങി ചെടികളുടെ ഇടയിൽ നിന്ന് പണിയെടുക്കാനോ ആ വക പരിപാടികളോ ഒന്നും പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. സ്റ്റോർ റൂം മാത്രമല്ല കേട്ടോ, കിച്ചണും ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ക്ലട്ടർ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മേടിച്ച് വയ്ക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ കുറച്ചധികം സ്പേസ് തന്നെയുണ്ട്. അവിടെയാണ് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഒതുക്കല്ലേ, എന്നാൽ പിന്നെ ഇവിടെയും കൂടെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഓൾറെഡി ഒരു ഡോറുള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ സ്പേസിലൊന്നും ഡോർ കൊടുത്ത് കബോർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമ്മൾ ഷെൽഫുകൾ പോലെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ പിന്നെ ആ ഒരു വടി കാണുന്നുണ്ടില്ലേ, അത് നമ്മൾ ലേറ്റർ ഓൺ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിന് കുറച്ചും കൂടി താങ്ങാനുള്ള ഒരു പവർ വന്നപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തതാണ്. പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ആവശ്യമില്ലാത്തതില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ഞാൻ എടുത്തു വെക്കുന്നതല്ല കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷൂട്ടിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അപ്പയ്ക്കും ഇപ്പോഴേക്കും ഒക്കെ ആവശ്യം വരും. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിലേ തൊട്ടപ്പുറത്തേക്ക് പോയാൽ കിട്ടുന്ന ഒരു സ്ഥലമല്ല നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചുരുങ്ങിയത് ഒരു 16 കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്തെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നതാണ് പതിവ്. എടുത്തു വെച്ചിട്ട് നമുക്ക് ആവശ്യവും വരാറുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് കുക്കർ, റോബോക്കിൻ്റെ റൈസ് ബുക്കില്ലേ അതൊക്കെ, റൈസ് കുക്കർ ബുക്കില്ലേ അതൊക്കെ, റോബോ കുക്ക് ഇതൊക്കെ പറയണേ കുട്ടി. അപ്പോൾ അതുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഞാനിത് വൺസ് ഉപയോഗിച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ പറയാത്തതാണ്. ഇനിയിപ്പോൾ ശ്രീകുട്ടൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വീണ്ടും റാക്കിൽ നിന്ന് പുറത്തെടുക്കേണ്ടതായിട്ട് വരും. കാരണം അവന് വെജ് ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണ്. ഈ പുലാവ്, മറ്റേ റൈസ്, മറിച്ച റൈസ്, കർഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് ഈ റൈസുകളുടെ ഒരു പെരുമഴ തന്നെയാണ് പിന്നെ നമുക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മുടെ ചോറ്റുപാത്രങ്ങളൊക്കെ എന്നും ഉപയോഗിക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അന്ന് എനിക്ക് കൺമുന്നിൽ കാണും കൂടെ വേണമെന്ന് തോന്നുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരോ റാക്കായിട്ട് കഴുകിയും വൃത്തിയാക്കിയും തുടച്ചൊക്കെ വരികയാണ്. പൊടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ ഹൈവേയുടെ അടുത്തോ അല്ലെങ്കിൽ റോഡിൻ്റെ അടുത്തോ ഒന്നും അല്ല. പിന്നെ നാച്ചുറലി വരുന്ന കുറച്ച് പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വല്ലൂർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വരും. ഒരു ഫെബ്രുവരി ഒക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വരും. പക്ഷേ ഇപ്രാവശ്യം കാറ്റും കുറവായിരുന്നു. നമ്മുടെ കാലാവസ്ഥ എത്രയോ പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയോ വൈകൃതമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കൊല്ലാണെങ്കിൽ മനസ്സിലായിട്ടത് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു ചൂട് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് പൂക്കളും അതുപോലെ ചക്കയും മാങ്ങയും കൃഷിയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കാറുണ്ട് വാർത്തയൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ നമ്മളത് വലിയ കാര്യത്തിലൊന്നും ബാധിക്കാറില്ല കേട്ടോ. ഇവിടെ ഭാഗ്യനാണ് പറയാം. നമുക്ക് വാഴയുടെ കൃഷിയായ കാരണം കൊണ്ട് വാഴ ഊണിടുക, അതുപോലെ തന്നെ വാഴയ്ക്ക് വളം കൊടുക്കുക, അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ വരാറുള്ളത്. അപ്പം ഞാൻ പതുക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ഡബ്ബികളിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നേക്കാളും മുന്നേ നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ക്ലട്ടർ ചെയ്ത് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ സംഭവം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വേസ്റ്റിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഇടയിൽ ചേച്ചിമാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യും, അത് മേടിക്കും ശ്രീ, ഇത് മേടിക്കും ശ്രീ എന്നൊക്കെ പറയുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അൺബോക്സിങ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലൂടെ അത് പുറത്തെടുത്ത് ഉപയോഗിക്കണം എന്നാണ് ആഗ്രഹം. ഈ സമയമില്ലാത്ത കാരണം കൊണ്ട് ഒക്കെ കൂടി ഇത് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എഗ് ബോയിലർ ഉണ്ട്,
മറ്റേ കുട്ടി ബ്ലെൻഡർ ഉണ്ട്. അതൊക്കെ മേടിച്ചുകൂടെയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കൂടി ഉണ്ടെന്നേ. എനിക്കെല്ലാം നിങ്ങളെ തുറന്ന് കാണിച്ചു തന്നിട്ട് വേണം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ആ സാധനം അവിടെ അങ്ങനെ വെക്കും. അയ്യോ, ഞാൻ എൻ്റെ ഫാമിലീനെ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളാണ് ആ മുഴുവൻ. അത് മാത്രമല്ല കേട്ടോ, കൊണ്ടാട്ടം ഉണക്കി വെക്കും നമ്മൾ, മാങ്ങ ഉപ്പിലിട്ട് വെക്കും, അമ്പഴങ്ങ ഉപ്പിലിട്ട് വെക്കും. പിന്നെ ഞാൻ പറയാറില്ലേ, ഞാൻ കുറച്ച് ബൾക്കായിട്ടാണ് നമ്മുടെ ബാത്റൂമത്തെ ടോയ്ലറ്റ് ക്ലീനേഴ്സും അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനേഴ്സും പിന്നെ നമ്മുടെ ബോഡി ലോഷനൊക്കെ മേടിച്ച് വയ്ക്കുക. ആ വലിയ ഇരിക്കുന്ന ജഗ്ഗൊക്കെ അതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ബൾക്കായിട്ടാണ് മേടിക്കുക. അപ്പോൾ അതൊക്കെ അവിടെ മേടിച്ച് വയ്ക്കലാണ് പതിവ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരം പോകണമല്ലോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് വയ്ക്കും. അങ്ങനെ ഒരുപാടൊന്നും മേടിച്ച് വയ്ക്കില്ല. കൃഷ്ണേൻ്റെ കടയിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ മേടിച്ച് വയ്ക്കും. പിന്നെ ഇവിടെ നമ്മൾ അരി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വലിയ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല ബക്കറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റാണ്. പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെച്ചെന്നുള്ള പരാതി വരുമോ ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പാന്ന്. അപ്പോൾ നമ്മൾ ഇത് അരി മേടിക്കുക ഇവിടുന്ന്. തൊട്ടപ്പുറത്തൊരു പാടത്ത്, അശോകേട്ടൻ്റെ പാടത്ത് എന്നാന്ന് തോന്നുന്നു ബാക്കി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10-50 കിലോ അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 6 മാസത്തേക്ക് അത് മാത്രം മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോറ് കഴിക്കൽ വളരെ കുറവാണ് എല്ലാവരും. അപ്പോൾ പിന്നെ നമ്മൾ ശ്രീകുട്ടനും ഭാഗ്യനും ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു നാഴി അരിയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടതുള്ളൂ. അതിൽ കൂടുതലും കഴിക്കാൻ നമ്മുടെ മണി ആൻഡ് ടീംസാണ്. അവരിപ്പോൾ ഒരു 10-16 പേരുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂച്ചക്കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങോട്ട് പോന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതായിരിക്കും. ഇവരെല്ലാവരും കൂടെ എനിക്ക് കൂടാത്ത അവസ്ഥയിലായിട്ടുണ്ട്. എന്നാലും പിന്നെ അവർക്കുള്ള ചോറും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട്. 50 രൂപയാണ് 1 കിലോ അരിക്ക്. നമ്മൾ പാടത്തുനിന്ന്, അതായത് നേരിട്ട് ജൈവമായിട്ടുള്ള അരി കിട്ടുമല്ലോ അതിൻ്റെ കേട്ടാ. അപ്പോൾ അത് പക്ഷേ ഉമ്മിയും പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകുട്ടന് വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വേറെ അരി മേടിക്കണം. ഈ ഒഴിക്കുന്നത് തേനാണ് കേട്ടോ. ഇതെൻ്റെ ബിരിയാണി പോട്ടിലാണ് ഭാഗ്യം ഒഴിച്ചു വെച്ച് നോക്കണേ, വൃത്തിയാക്കി വെച്ചിരിക്കണത്. ഇവിടെ ചേട്ടന്മാർ മലയിലേക്ക് പോവും. അതായത് നമുക്കിവിടെ ട്രൈബൽസ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ടീംസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് ഈ ഒരു തേൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കടയിൽ വിൽക്കാൻ വെക്കും. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുപോകും. അതാണ് ഞാൻ ബക്കറ്റിലാക്കി വെച്ചത് കേട്ടോ. ഇത്രയും കൂടി ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു. നമ്മളിനി 25 ലിറ്റർ, 50 ലിറ്റർ, 100 ലിറ്ററൊക്കെ അവർ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മുടെ ഈ ഒരു റൂമൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വൺസ് ഇത് അതുപോലെ വൃത്തിയാക്കിയിട്ടൊന്ന് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റൂം അവിടെ ഉണ്ട് എന്നുള്ളത് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒരു ഡോറിന് ഹാൻഡിൽ ഇല്ലാത്ത കാരണം കേട്ടോ. പിന്നെ കുറച്ച് പരിപാടികൾ നമ്മുടെ ഈ ഒരു കിച്ചണിലാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഷൂട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്ന പരിപാടികളുള്ളൂ. ബാക്കി കുക്കിംഗ് ഒക്കെ നടക്കാൻ നമ്മുടെ പുറത്തൊരു കിച്ചൺ ഉണ്ട്, നമുക്കൊരു കുട്ടി കിച്ചൺ, അതിലാണ് നടക്കാറുള്ളത് കേട്ടോ. ഷൂട്ടില്ല, ചേട്ടന്മാർക്ക് ഫുഡ് വെക്കേണ്ടതായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കബേർഡുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കബേർഡുകൾ എങ്ങനെയുണ്ട് നിങ്ങൾ കുറേ നാളായി ഈ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്, ഇതുവരെ ഒരു റിവ്യൂ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. റിവ്യൂ പറയാൻ മാത്രം എനിക്ക് അറിയില്ല. ഇത് അടിപൊളിയാണ്. ഞാനിവിടെ ഹാപ്പിയാണ്. അത്രയൊക്കെ തന്നെ പറയാൻ എനിക്ക് അറിയുള്ളൂ. അതിലും വിട്ട് നമ്മൾ എന്താ പറയുക. പിന്നെ ഈ കബേർഡുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കബേർഡായ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹിഞ്ചസ് ഒക്കെ ഊരിപ്പോരും. അപ്പം ഞാൻ ബിബിൻ ചേട്ടനെ വിളിക്കും, ബിബിൻ ചേട്ടൻ ആളെ വിടും, വീണ്ടും ഫിറ്റ് ചെയ്ത് തരും. അങ്ങനെ നിങ്ങൾക്കൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കിച്ചണില്ലേ, നമ്മുടെ ഫെറോ സിമെൻ്റ് ആണോ അത് വെച്ചിട്ടുള്ള ഒരു സ്ലാബ് വെച്ചിട്ടുള്ള ഒരു തരം സിമെൻ്റ് ഒരു കിച്ചൺ ഉണ്ടല്ലോ, നമ്മൾ കബേർഡിൻ്റെ ഈ ഒരു എന്താണ് അതിനെ പറയുക, ഡോറ് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയില്ലേ, ആ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. ഇത് നമ്മളിങ്ങനെ കളറൊക്കെ ഭയങ്കര ലൈറ്റ് കളറ്, നാനോ വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും തുടച്ച് ഇങ്ങനെ നിൽക്കണം, നല്ല ഭംഗിയിൽ കിച്ചൺ കിടക്കണം എന്നുണ്ടെങ്കിൽ. നമുക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കാന്നുള്ള ഒരു ആവശ്യം കൂടി ആയ കാരണം കൊണ്ട് ഷൂട്ട് ചെയ്യുമല്ലോ, നാലാൾ കാണുന്നതല്ലേ, ആ പെണ്ണിന് ഒരു വൃത്തിയും വെടുപ്പില്ല എന്ന് പറയില്ലേ. അപ്പോൾ അത് മേടിച്ച് നമ്മൾ എന്തായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരും. പിന്നെ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ഓപ്പണാണ്. അപ്പോൾ നമ്മളെപ്പോഴും അതിങ്ങനെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നടക്കും നമ്മുടെ ലൈഫ്. ഒരു തരം പ്രത്യേക തരം ലൈഫ് എന്താല്ലേന്ന്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടപ്പും അങ്ങടും ഇങ്ങടും ഒക്കെ മാറ്റി വൃത്തിയാക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ കാര്യത്തിലുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ എടുക്കുന്നു, കഴുകി ഇവിടെ തന്നെ വെക്കുന്നു, ഉണക്കി വെക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു റൂട്ടീൻ ഇവിടെ കടന്നു പോകുന്നത്. പിന്നെ വൃത്തികേടാവുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതിലാണ് നമ്മുടെ
മറ്റേ പരിപ്പ് പയറ് കടല സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് കുറച്ചധികം ദിവസമായി നമ്മളതൊന്ന് വൃത്തിയാക്കിയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടും എല്ലാതും കാലിയായിട്ടല്ലേ ഇരിക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലേബൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് നാളായി ഇപ്പോൾ ലേബലൊക്കെ പോയി അടപ്പുമ്പോൾ മാത്രം എഴുതി തുടങ്ങി ഞാൻ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഈ ലേബലും എഴുതുമ്പോൾ അത് ഫെയ്ഡായിട്ട് പോണു. അടപ്പുമ്പോൾ എഴുതുമ്പോൾ ഒരു ഫെയ്ഡ്നെസ്സും ഇല്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഈ ടിൻ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് തുറക്കാനും എളുപ്പമാണ്. പിന്നെ കുറച്ച് അധികം തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും. ഭയങ്കര അഫോർഡബിൾ ആണ്. 400 സംതിങ് രൂപയ്ക്കാണ് നമ്മൾ 12 എണ്ണോ മറ്റോ മേടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരുന്ന സമയത്ത് 360 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. 12 എണ്ണം നല്ലതാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റീസ്റ്റോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് റോന്ത് ചുറ്റാൻ പോവാം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ട ലേബൽ ഊരി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ തന്നെയാണ് എഴുതുന്നത്. ഒരു വൈറ്റ് കളർ പെൻസിൽ നമുക്ക് കിട്ടും. ആ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. ഞാനത് താഴെ മെൻഷൻ ചെയ്യാം, ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പ്രൊഡക്റ്റ്. പിന്നെ ഈ ഒരു കുപ്പീരിയൊക്കെ. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കുറച്ച് അധികം ദിവസമായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൂപ്പലും പൊടിയും ഒക്കെ വന്നു. അപ്പോൾ നമ്മളതൊക്കെ കളഞ്ഞു. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യൻ നമ്മുടെ ജോസേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് വരും. ആ ഒരു ഫ്രൈഡ് റൈസ് മതി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പോകാനായിട്ട്. ഒരൊറ്റ ഫ്രൈഡ് റൈസ് മതി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പോകാനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാമല്ലോ നമ്മൾ എന്തോരം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ശ്രീകുട്ടനും ആണ് പിന്നെ ഇത്തിരി ഭക്ഷണം കഴിക്കാനേക്കാൾ കൂടുതൽ. എനിക്ക് അത്യാവശ്യം ഭക്ഷണം വേണ്ടാത്ത ഒരാളാണ്. ഞാൻ ഭക്ഷണം കഴിക്കാത്തൊരു ജീവിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൃഷ്ണേൻ്റെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഭാഗ്യൻ പഞ്ചസാര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പഞ്ചസാരയൊക്കെ ഇപ്പോഴും നമ്മൾ കുറവാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങളാണ് വന്നതല്ലേ. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതിനോടനുസരിച്ചൊക്കെ ജീവിക്കാൻ പഠിക്കും. അങ്ങനെ ഒഴിവായൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത്. എന്തൊരു ടേസ്റ്റോട് കൂടി ചെറുപ്പത്തിൽ കഴിച്ചിരുന്നതാണ് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റേ വന്നു ലൈഫിൽ. അല്ല, മാറ്റങ്ങൾ നാട് ഓടുമ്പോൾ നടുവ് ഓടണം എന്നാണല്ലോ പറയാം. നമുക്ക് അങ്ങോട്ട് ഓടുക തന്നെ. ചില കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണേ. ഒരുപാട് രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളായ കാരണം കൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിലേക്ക് അങ്ങോട്ട് കയറി പറ്റുന്നേ. അപ്പം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ഫാമിലി മെമ്പേഴ്സിലത്തെ കുറേ ആൾക്കാർക്ക് എൻ്റെ മൈൻഡ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളൊരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളവരെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി അടക്കി ഒതുക്കി പറക്കി വെക്കാം. ഇനി വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരണം. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും ചെയ്യാം. പിന്നെ നമ്മുടെ ഇവിടെ പരിപ്പ് പയറ് കടല ഇതിന് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. പച്ചക്കറികളാണല്ലോ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചീര, മറ്റേ എന്താ പറയുക, ഉണ്ണിപ്പിണ്ടി, ഒരു വാഴയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കൊടപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കിട്ടുന്ന ചീര, ചേമ്പ്, ചേന, കൊള്ളി, കപ്പ, കാച്ചിൽ എന്ന് വേണ്ട തഴുതായിമേരല തൊട്ട് നമ്മുടെ പപ്പത്തണ്ട് വരെ നമ്മൾ കൂട്ടാൻ വെക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏകദേശം അവിടെ ഒന്ന് കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ നാനോ വൈറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നാനോ വൈറ്റ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ പിടിക്കും. പിന്നെ എനിക്ക് വലിയൊരു ചിഹ്നൽ വന്നിട്ടുണ്ട് നാനോ വൈറ്റുമേ. അത് വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് അതവിടെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ചിഹ്നലായിരുന്നു. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്. പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള 24 മണിക്കൂറും പണിയുന്ന പണിയൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഒരു കിച്ചണിൽ വേണ്ടത്ര പണികൾ എടുക്കണമുണ്ട് എന്നാൽ അത്രേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രേ തന്നെയുള്ളൂ. പിന്നെ എപ്പോഴും തുടച്ചും എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തുടച്ചെടുത്ത് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഞാൻ ഈ സെബീന പൗഡർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കാരണം അതിൻ്റെ ഒരു തരിതരിപ്പുണ്ടല്ലോ, അത് നമ്മുടെ പാത്രങ്ങളിലത്തെ കരിയൊക്കെ പെട്ടെന്ന് കളയാൻ സഹായിക്കാറുണ്ട്. പിന്നെ മാസത്തിലൊരിക്കലും നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, എന്താണ് പറയുക, ഹോബ്, അത് നന്നായിട്ട് ഞാൻ വൃത്തിയാക്കും ഇതുകൊണ്ട്. നമ്മുടെ ആ ബർണറും ഒക്കെ ഇതുകൊണ്ട് വൃത്തിയാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ കഴുകി എന്നും വൈകുന്നേരം ഇത് കഴുകും. അത് നമ്മൾ കഴുകുന്നത് സാധാരണ നമ്മുടെ ഗ്ലാസ് ക്ലീനർ ഇല്ലേ, അത് വെച്ചിട്ടാണ് കഴുകാറുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീനിക്ക് ഇറങ്ങി ചെന്നതല്ലേ, എന്നാൽ വൃത്തിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഗ്ലെന്നിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത്ര നാളായിട്ടും ഒരു കുഴപ്പം വന്നിട്ടില്ല. നമ്മുടെ ചിമ്മിനിക്കും അതുപോലെ തന്നെ ഹോബിനും. ചിമ്മിനി അത്ര വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കഴിവിൻ്റെ ആ പരമാവധി ഞാൻ പ്രയോഗിച്ച് ചില സാധനങ്ങൾ ഇവിടെ കരിച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഇവിടെ ഒരു പുകമയാകുമ്പോഴാണ് ആ ചിമ്മിനി ഒന്ന് ഓണാക്കി വെക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുക്കിങ്ങൊക്കെ ഞാൻ അങ്ങനെ ജനല തുറന്നിട്ട് അതിൻ്റെ മണമൊക്കെ ആസ്വദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ കത്തിവെപ്പിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഹോബ് നന്നായിട്ട് വൃത്തിയായി കിട്ടി.
കുക്കിംഗ് ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ഇന്ന് വലിയ പരിപാടികളൊന്നും അല്ലെങ്കിൽ വലിയ പാത്രം കഴുകലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പാത്രം കഴുകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സെബീന പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ തിളങ്ങി വരും നമ്മുടെ അലുമിനിയം പാത്രങ്ങളൊക്കെ. നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എന്നും എന്നും ചെയ്യുന്ന ജോലികൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നമുക്കതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. ചില ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടില്ലേ? നല്ല ഭംഗിയുള്ള ഒരു അടുക്കള, നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ, അതിൻ്റെ പേരിൽ ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തൊഴിലാണ് കേട്ടോ. എനിക്കിത് നിങ്ങൾക്ക് കാണിക്കുന്നത് കൊണ്ട് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചില ജീവിതങ്ങൾ ഈ അടുക്കളയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട് ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്ത് 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 ചെയ്ത്. അപ്പോൾ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മക്കളെ. അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം അടിപൊളിയാക്കണം. കാരണം ഇത് ഇത് ഭയങ്കര ഷോർട്ടാണെന്നേ, പെട്ടെന്ന് കഴിഞ്ഞു പോവും. അത് കാരണം കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. മാക്സിമം. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ബാക്കി നമുക്ക് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ട് കുറച്ച്. നമ്മുടെ നേരത്തെ വലിയ പാത്രങ്ങളിൽ പരിപ്പ്, കടല, പയറ് ഈ വക സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാണ് നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് ആ തുറന്ന് കിടക്കുന്ന ആ കബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ വൃത്തിയാക്കി എടുക്കണം. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ശാന്തമ്മ വന്നിട്ടുണ്ടെങ്കിൽ ശാന്തമ്മ എനിക്ക് അടുക്കള ശാന്തമ്മ അങ്ങനെ വൃത്തിയാക്കി തരില്ല. ഞാൻ തന്നെയാണ് വൃത്തിയാക്കാറുള്ളത്. കാരണം ആള് പറയും മോളല്ലേ ഇവിടെ പെരുമാറണത്, അത് കാരണം മോള് വൃത്തിയാക്കിക്കോ. നാളെ അടുക്കളയിലേക്ക് വരികയില്ല സത്യം പറഞ്ഞാൽ. ഞാനാണ് ഇവിടെ വൃത്തിയാക്കി ഇടുന്ന ആള്. അപ്പോൾ എന്നാലും ആള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കബോർഡൊക്കെ ഒന്ന് തുടച്ച്, പുറമേ ഒന്ന് തുടച്ച്, ഉള്ളിലൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട് പോവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പൂരത്തിൻ്റെ സമയത്ത് ഞാനും കൂടെ കൂടണം കേട്ടോ. അല്ലെങ്കിൽ ആൾ അടുക്കളയിൽ നിൽക്കില്ല. ആൾക്ക് ഭയങ്കര മടിയാ അടുക്കള വൃത്തിയാക്കാനായിട്ട്. പക്ഷെ ഞാൻ കൂടെ നിൽക്കാറുണ്ട്. അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന റൗണ്ട് പാത്രങ്ങളും അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്ന സ്ക്വയർ പാത്രങ്ങളുണ്ടായിരുന്നു. സ്ക്വയർ എന്ന് പറയുന്നത് വാക്വം മീൻസ് ഒരു എയർ ടൈറ്റ് അല്ല. റൗണ്ട് എയർ ടൈറ്റ് ആണ്. പക്ഷെ നമുക്ക് തുറക്കാൻ എളുപ്പം എയർ ടൈറ്റ് അല്ലാത്ത പാത്രങ്ങളാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കൺവീനിയന്റ് ആയിട്ട് വരിക ഈ എയർ ടൈറ്റ് അല്ലാത്തതായിട്ടാണ് കേട്ടോ. എല്ലാ മാസവും ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ് ഇതല്ലേ. നമ്മുടെ വീട്ടിലെ എല്ലാ മെമ്പേഴ്സ് മീൻസ് വീട്ടിൽ ഈ വക കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ചേച്ചിമാരെ അല്ലെങ്കിൽ വീട് അത്യാവശ്യം നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ആൾ വീട്ടിൽ വന്നിട്ട് എന്ത് ഭംഗിയിലാണല്ലോ അവരുടെ വീട് കിടക്കണമെന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരിക്കും. അവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ആരോ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ളവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതായത് ചില കാര്യങ്ങളിൽ മാത്രം വീട് വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടാലും ചിലർ വന്ന് വലിച്ചു വാരിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി അങ്ങോട്ട് ഇല്ലാണ്ടാവില്ലേ. അപ്പോൾ മൊത്തത്തിലുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ കൂടി ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആ മുകളിലിരിക്കുന്ന പാത്രങ്ങൾ, മുകളിലിരിക്കുന്ന ഗ്ലാസിൻ്റെ സെറ്റുകളും കാര്യങ്ങളും ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതൊരു ഭംഗിക്ക് വേണ്ടി അവിടെ ഇരുന്നതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ബദാം പരിപ്പ് മാത്രമാണ് നമ്മൾ എടുത്ത് കഴിക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം സ്മൂത്തിയുടെ ഒപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ ആപ്പിളോ ഇട്ടിട്ട് അടിച്ച് കുടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് ഇട്ടിട്ട് അടിച്ച് കുടിക്കും. അങ്ങനെയൊക്കെയാണ് പതിവുള്ളത്. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയപ്പോൾ ഡയറ്റും പോയി, ശരീരവും പോയി, ഒക്കെ പോയി. ഒരു മാസമായിട്ട് ഞാനൊരു വല്ലാത്ത ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ആകെ 3 പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 30 ദിവസത്തെ എഫേർട്ട് എടുത്തിട്ടാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമുക്കത് അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡ്രെയിൻ ആയിട്ട്, അതായത് മൊത്തത്തിൽ എനർജിയൊക്കെ ഡ്രെയിൻ ആയിട്ട് ഫീൽ ചെയ്തതിന് കാരണം ഇത്രയും ഗ്യാപ്പ് വന്ന കാരണം കൊണ്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ഡാൻസ് ടീച്ചേഴ്സിന് ആകുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ദേ കണ്ട ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് ടു വർക്ക് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ്, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഒക്കെ ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഗംഭീര മഴയല്ലേ. അങ്ങനെ ഭാഗ്യനും ശ്രീകുട്ടനും കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കളിയൊക്കെ നടക്കണില്ല. അവിടെ ഭയങ്കര മഴയൊക്കെയാന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ കിച്ചണൊക്കെ ഏകദേശം വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശ്രീകുട്ടൻ നമ്മുടെ പുളിങ്കുരു വറുത്ത് തരുമോ അമ്മ എന്നുള്ള ഒരു അഭിപ്രായമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പുളിങ്കുരു വറുത്ത് കഴിക്കുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ്, എൻ്റെ പൊന്നു മക്കളെ, ജേക്കബ് സാറായിരുന്നു ഫിസിക്സ് എടുത്തിരുന്നത്. ഞങ്ങളുടെ ക്ലാസ് സാറും. സാറ് ഏൽപ്പിച്ചിരുത്തിയിട്ട്
അപ്പൊ ഇനി മേലാൽ ഈ ക്ലാസ്സിൽ പുളിങ്കുരു തിന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറ ഭയങ്കര വെടിയായിരുന്നു. പക്ഷെ അന്ന് നിർത്തിയതാണ് ഞാൻ പുളിങ്കുരു കഴിക്കില്ല. പിന്നെ ഇതാ ഇപ്പോൾ ശ്രീകുട്ടൻ ചേച്ചിയമ്മരെ വീട്ടിൽ നിന്ന് അവിടെ പുളിമരം ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്ന ആ പുളി കുത്തിയത് കൊണ്ടുവന്നതാണ്. നമ്മൾ വട്ടപ്പോഴാണ് ഞാൻ ആ കാര്യമൊക്കെ ഓർക്കണത്. പക്ഷേ നൊസ്റ്റാൾജിയ കണ്ടു എനിക്കത് വന്നപ്പോൾ. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് അതുപോലെ തന്നെ കഥകളൊക്കെ കേട്ട് നമ്മളിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ പോയി കുറച്ച് മനുഷ്യന്മാരെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ മനുഷ്യന്മാരില്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്നും കാണുന്ന 1-2 മുഖങ്ങളേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 1-2 മുഖങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് വേറൊരു ഏരിയ അല്ലേ. അപ്പം നമ്മളൊന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണ്ടേ. അതിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് ചിലവാണ്. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ശ്രീകുട്ടൻ മിനിസോ പോയിട്ട് എന്തൊക്കെയോ മേടിച്ചത് കണ്ടത്. അവൻ എന്നെ സെലക്ട് ചെയ്ത് 2 നെയിൽ പോളിഷ് എടുത്തു, ഒരു കുപ്പി എടുത്തു, അവൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു. വൺസ് നമ്മുടെ പിള്ളേർ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അവരിൽ ഡിപ്പെൻഡ് ആവുമല്ലേ. ഞാനിതൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. അവൻ പറയുന്ന സാധനങ്ങൾ മേടിക്കുക, ബാഗിലിടുക എന്നൊക്കെയാണ്. ഈ സ്പൈസസ് ബോട്ടിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ സ്പൈസസ് ബോട്ടിൽ വലിയതിന് മാത്രം ഓട്ടമുള്ളൂ, ചെറുതിന് ഓട്ടമില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ കത്തി വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ശ്രീകുട്ടൻ്റെ അത്ര സാധനങ്ങളെ മേടിച്ചുള്ളൂ. ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടാകുന്നത്. എനിക്ക് ഈ ക്രീം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പുഡിങ്ങൊക്കെ ശ്രീകുട്ടൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ക്രീം വേണം. പിന്നെ വലിയ തീപ്പെട്ടി കണ്ടായിരുന്നു ഞാൻ അവിടെ. നമ്മൾ എന്താ പറയുക, വിളക്ക് വയ്ക്കാനായിട്ട് തീപ്പെട്ടി അതെല്ലാം ഉപയോഗിക്കുക. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അതാത് ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് വേണ്ട ഡിന്നർ ഉണ്ടാക്കാം. കാലത്ത് നമ്മൾ പറഞ്ഞോളൂ അല്ലേ, വാഴ ഊണിട്ടാത്ത കാരണം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ടെന്നതേ. ഒരു വാഴക്കൊല വീണു. ഒരു വാഴക്കൊല പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-750-1000 രൂപ വരെ നഷ്ടം വരുമെന്ന് തോന്നുന്നു. അതാണ് ഭാഗ്യം പറയാറുള്ളത്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ക്ലാസ് ഷഫിൾ ചെയ്തു. അപ്പോൾ ആളുടെ കൂട്ടുകാരെയൊക്കെ ഷഫിൾ ചെയ്ത് എൻ്റെ സങ്കടം പറയുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കൂട്ടുകാരെയൊക്കെ ഷഫിൾ ചെയ്യുമെന്ന് പറയുമ്പോൾ. നമുക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ ഉണ്ടാക്കും. കാരണം ടീച്ചർമാർക്ക് ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആയിരിക്കും മാറ്റുന്നൊക്കെ ഉണ്ടാവുക. എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിള്ളേരെ എൻജോയ് ചെയ്ത് പോകേണ്ടതല്ലേ ലൈഫ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അവരുടെ ബാല്യകാലത്തിലത്തെ. എന്നാലും കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ. എന്നാലും അടുത്തിരിക്കാനായിട്ട് ഒരു കൂട്ടുകാരൻ എന്ന് പറയാനായിട്ട് ആളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഗൗതം, നൈനിഷ്, സിദ്ധാർത്ഥ്, ധനഞ്ജയ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പോലും അവരെ ഭയങ്കര പരിചയമായി ഇവനിങ്ങനെ പറഞ്ഞിട്ടേ. അപ്പോൾ അവരൊന്നും ഇപ്രാവശ്യം ക്ലാസ്സിലില്ല എന്നുള്ള വിഷമത്തിലാണ് ആൾ. പിന്നെ ഞാൻ അതത്ര കാര്യമാക്കാൻ നിന്നില്ല. നമ്മളൊരു പ്രശ്നത്തെ കുറച്ചും കൂടെ നമ്മൾ കുറച്ച് ഊന്നൽ കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സങ്കടത്തിലേക്ക് വരിക. അപ്പോൾ ഞാനത് അങ്ങോട്ട് സാമട്ടിൽ അങ്ങോട്ട് ഇട്ടു. അങ്ങനെ നമ്മൾ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, കായ നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിശപ്പ് അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് മേടിക്കാൻ കിട്ടും. ഞാൻ പിന്നെ ഒന്നും മേടിച്ചില്ല. കാരണം അത്രയും വൈകിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. കാലത്ത് ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ആവും ചിലപ്പോഴേ. അപ്പോൾ ശ്രീകുട്ടൻ നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അമ്മയുടെ മീൻകറി ആൾ വീഴും. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കി തരാടാ ശ്രീകുട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വറ്റിക്കണ മീൻകറിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ റെസിപ്പി ഒന്നും പറയാണ്ടിരുന്നത്. വറ്റിച്ച് വെക്കുന്നതാണ് കൂടുതലൂടെ ഇഷ്ടം. നമ്മൾ അയില വറ്റിച്ചു. മറ്റേ സാധനത്തിന് എന്താ പറയടാ, ചാള നമ്മൾ വറുത്തെടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ അത് കാച്ചിയെടുത്തു. നമ്മുടെ ഉള്ളിമുളകും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ആ കായനയിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. കായക്കൊല ഇനിയിപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് കായ വറക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ശ്രീകുട്ടൻ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തിട്ടൊക്കെയാണ് സ്നാക്സ് ബോക്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ 2-3 ദിവസം മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമുക്കിപ്പോൾ പതുക്കെ ഒരു സ്നാക്സ് ബോക്സ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? അപ്പോൾ പറഞ്ഞോളൂട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാലോ. നിങ്ങളും കൂടി ഒരു സപ്പോർട്ടിന് നിൽക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു. ദേ കണ്ടോ. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. ഇതിങ്ങനെ കോലായിട്ട് ഒരു 3 സെക്ഷനായിട്ട് കിടക്കണതിൻ്റെ കാരണം ഇത് നമ്മുടെ ഷോർട്സിലത്തെ ക്ലിപ്പായ കാരണം കൊണ്ടാണ്. ഷോർട്സിൽ ഞാൻ അടിയിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴും സ്റ്റിൽ റെയിനിങ്. ഓ മൈ ഗാഡ്. അച്ഛനും മോനും ഫാൻ ഇട്ടിട്ട് ബ്ലാങ്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ ബ്ലാങ്കറ്റും പറ്റില്ല, ഫാനും പറ്റില്ല. അയ്യോ, അതിൻ്റെ കൂടെ തണുപ്പും. ഇവർ ചെന്നപ്പോഴേക്കും ഇവർ ഈ പരിപാടി ചെയ്യുന്നുള്ള അറിയുന്ന കാരണോട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ മഴയോട് കൂടിയ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വ്ളോഗിൽ പുതിയ വിശേഷങ്ങളും മഴയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.